തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം വലിയ ചർച്ചാ വിഷയമായതാണ്. അതിൽ ഒന്നാം പ്രതിയെ വർഷങ്ങൾക്ക് ശേഷമാണ് പിടികൂടുന്നത്. സവാദ് എന്നാണ് പേര്. ഇയാളെ ഇത്രയും കാലം ഒളിവിൽ കഴിയാനൊക്കെ പ്രേരിപ്പിച്ചത്, സഹായിച്ചത് പോപ്പുലർ ഫ്രണ്ടാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടും ഇയാൾക്ക് എവിടെ നിന്ന് ഈ സഹായം? കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ഒളിവിൽ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സവാദിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന് NIA കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അന്വേഷണം ആരംഭിച്ചോ? അതിലെന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? അതായത് ഈ സവാദാണ് ഈ TJ ജോസഫ് മാഷിന്റെ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ മലയാളം പ്രൊഫസറായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ വലത് കൈപ്പത്തി വെട്ടി നീക്കിയ ഒന്നാം പ്രതി ആണ് ഈ സവാദ് എന്ന് പറയുന്നത്. ജോസഫ് മാഷിനെ വെട്ടുന്നത് 2010 ജൂലൈ 4 ആണ്. അത് 14 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ കത്തി നിൽക്കുകയാണ് നമ്മുടെ ഇവിടെ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ജനുവരി 10 സവാദ് കണ്ണൂരിൽ പിടിയിലായത്. അപ്പോൾ ഈ അശമന്നൂർ നൂലേലി മുടശ്ശേരി സവാദ് എന്നാണ് അയാളുടെ വിലാസവും മുഴുവൻ പേരും. 42 വയസ്സാണ് അയാൾക്ക്. അപ്പോൾ ഇയാളുടെ കാര്യത്തിൽ ഇപ്പോൾ ചർച്ച വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളെ പല ആളുകളും ഒളിവിൽ കഴിയാനായിട്ട് പോപ്പുലർ ഫ്രണ്ടുകാർ പല സ്ഥലത്തും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ NIA ഇപ്പോൾ കൊച്ചിയിലെ കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ ജാമ്യാപേക്ഷയൊക്കെ വരുമ്പോൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഇതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കൂടുതൽ അന്വേഷണം ആവശ്യമാവുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഈ സവാദ് ഒളിവിൽ വെച്ചിട്ട് നിക്കാഹ് ചെയ്തു, വിവാഹം ചെയ്തു, കുട്ടികളും ആയി അതിൽ. പക്ഷെ ഈ അമ്മായിയപ്പനോടും ഭാര്യയോടൊന്നും ഇയാളുടെ ഈ വെട്ടുകേസോ, ഇയാൾ പേര് പറഞ്ഞിരുന്നത് തന്നെ ഷാജഹാൻ എന്നാണ്, സവാദ് എന്നല്ല. അപ്പോൾ ഇയാൾ 14 വർഷമാണ് ഒളിവിൽ കഴിഞ്ഞത്. 14 വർഷം ഒളിവിൽ കഴിയാനായിട്ട് പോപ്പുലർ ഫ്രണ്ട് സഹായിച്ചു. ഡിണ്ടിഗലില്, തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലെ പന്തിരുമല, പിന്നെ കണ്ണൂര്, ഇവിടെയൊക്കെ പോപ്പുലർ ഫ്രണ്ട് ഇയാളെ ഒളിവിൽ ഇരുത്തി. ആ ഒളിവ് സഹായങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ അന്വേഷിക്കാനുണ്ടെന്നാണ് NIA കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 19 പേര് ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിലെ കൂടുതൽ അംഗങ്ങൾ ഇതിൽ പ്രതികളാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഒരു വലിയ കൂട്ടം തന്നെ പോപ്പുലർ ഫ്രണ്ടിലെ എന്ന് പറഞ്ഞാൽ വലിയൊരു ശൃംഖല തന്നെ ഈ സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അപ്പോൾ ഈ കഴിഞ്ഞത് വ്യാഴാഴ്ച NIA കോടതിയിൽ NIA അപേക്ഷ കൊടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ സവാദ് നേരത്തെ പറഞ്ഞ പോലെ ഒളിവിൽ ഷാജഹാൻ എന്നുള്ള പേരിലാണ് കഴിഞ്ഞത്. കണ്ണൂരിൽ സഫർ എന്ന് പറഞ്ഞ ആളാണ് സവാദിന് ഒളിവിടം ഒരുക്കിയത്. അയാൾ PFIക്കാരനാണ്. 2020 അറസ്റ്റിലാകും വരെ കണ്ണൂരിലെ ചാക്കാട്, മട്ടന്നൂർ ഇവിടെയൊക്കെ ഒളിവിൽ കഴിഞ്ഞിരുന്നു. സഫർ ഇതിൻ്റെ അകത്ത് 55-ാം പ്രതിയാണ്. അപ്പോൾ ഈ ഭാര്യയുടെ ബാപ്പ, സവാദിൻ്റെ ഭാര്യയുടെ ബാപ്പ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്, ഓട്ടോ ഡ്രൈവർ. മംഗലാപുരത്ത് വെച്ചാണ് പരിചയം. മംഗലാപുരത്തെ ഒരു മോസ്കിൽ വെച്ചിട്ടാണ് പരിചയം വന്നത്. ഈ ഓട്ടോ ഡ്രൈവറോട് സവാദ് പറഞ്ഞു സവാദ് അനാഥനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോ ഡ്രൈവർക്ക് 10 മക്കളാണ്. അപ്പോൾ അനാഥനാണ്, ഷാജഹാൻ എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 10 മക്കളുള്ള ഓട്ടോ ഡ്രൈവർ ആലോചിച്ച് മോളെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇയാൾ പിന്നീട് ഈ നിക്കാഹിനൊക്കെ ശേഷം പല സ്ഥലത്തും താമസിക്കുന്ന സ്ഥലത്ത് ഈ ഐഡന്റിറ്റി, തിരിച്ചറിയൽ രേഖ കൊടുക്കണ്ട. ഇതൊക്കെ ഭാര്യയുടെ രേഖകളാണ് കൊടുക്കുക. എല്ലായിടത്തും ഭാര്യയുടെ രേഖകൾ കൊടുക്കും. അറസ്റ്റ് ചെയ്യുന്നത് വരെ ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത് ഷാജഹാൻ ആണെന്നുള്ള കാര്യം, സവാദാണെന്നുള്ള കാര്യം. അവർക്ക് വലിയ തോതിൽ മലയാളമൊന്നും അറിയില്ല ഭാര്യയ്ക്ക്. മംഗലാപുരം അല്ലേ, കർണാടക അതിർത്തി
ാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 2016 നിക്കാഹ്. അപ്പോൾ മൂത്ത കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ പോയി, ഭാര്യയും ഇയാളും കൂടി. അങ്ങനെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ ആണ് ആ ബാപ്പയുടെ പേര് എഴുതുന്ന കോളമില്ലേ, അപ്പൊ ഇയാളവിടെ സവാദ് എഴുതി. അപ്പൊ അവർ ശ്രദ്ധിച്ചു. അപ്പോഴാണ് ഇത് സംഗതി കുഴപ്പമാണല്ലോ എന്ന് മനസ്സിലായത്. അപ്പോഴും ഇയാൾ പ്രതിയാണെന്ന് അറിയില്ലായിരുന്നു എന്ന് ബാപ്പയും മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. വളപട്ടണം, ഇരിട്ടി, വിളക്കോട്, മട്ടന്നൂരിലെ ബേരം ഇവിടെയൊക്കെ വാടകയ്ക്ക് താമസിച്ചിരുന്നു ഇയാൾ. ബേരത്ത് വെച്ച് ആണ് ഇവർ ഗർഭിണിയാവുന്നത്, ഭാര്യ. അപ്പോൾ അവിടെയും മറ്റേ രേഖകൾ മുഴുവൻ കൊടുക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഇളയ കുഞ്ഞിൻ്റെ ജനനരേഖയിൽ നിന്നാണ് ഇത് സവാദാണെന്ന് എന്നേക്ക് മനസ്സിലാകുന്നത്. ഇളയ കുഞ്ഞിൻ്റെ ജനനരേഖ അവിടെയും സവാദ് എന്ന് ഇയാൾ കൊടുത്തു. ഈ ഭാഗത്ത് ബേരത്ത് ഇവർ ഗർഭിണിയായിരുന്നല്ലോ, ആ സമയത്ത് ഈ ആശാ വർക്കേഴ്സ് ഉണ്ടല്ലോ, അവർക്കും മുഴുവൻ രേഖയൊന്നും കൊടുത്തില്ല ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ കണ്ണൂരിൽ വെച്ചിട്ടാണ് ഇയാൾ മരപ്പണി പഠിക്കുന്നത്, സവാദ്. അപ്പോൾ മട്ടന്നൂരിൽ നിന്നാണ് അറസ്റ്റും ചെയ്തത്. അപ്പോൾ ഇനി ഇയാളുടെ കൂടുതൽ ഇപ്പോൾ നിക്കാഹിൻ്റെ വിവരവും കാര്യങ്ങളൊക്കെ സവാദിനെ പറ്റി കൂടുതൽ മനസ്സിലായല്ലോ. മാഷിൻ്റെ കൈവെട്ടിയത് തന്നെ സവാദാണ്, അയാളെ പറ്റി കൂടുതൽ. ഇനി ഇയാളെ ഒളിപ്പിച്ച പ്രതികളെ, അല്ലാത്ത പ്രതികളൊക്കെ ഇതിലുണ്ട് എന്നാണ് പെന്നയുടെ കാഴ്ചപ്പാട്. കൂടുതൽ പ്രതികൾ ഇതിലുണ്ട്. 33 പ്രതികൾക്ക് എതിരെ കുറ്റപത്രം കൊടുത്തിരുന്നു. 16 പേരെ വിട്ടയച്ചു. 18 പേര് NIA ഒഴിവാക്കി. ഇതിൻ്റെ അകത്തുനിന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം അത്ര പന്തിയല്ല എന്ന് തോന്നിയിട്ട് 5 പുതിയ പ്രതികൾ NIA അന്വേഷണത്തിൽ വരികയും ചെയ്തു. ഇതിൻ്റെ അകത്ത് സവാദിൻ്റെ മൊഴിപ്രകാരം പ്രതിപ്പട്ടിക പുതുക്കാനുണ്ട്. ഇനി സവാദിനെതിരെ അപ്പോൾ പുതിയ കുറ്റപത്രം ഇനി കൊടുക്കുകയും ചെയ്യും NIA കോടതിയിൽ. ക്രൈംബ്രാഞ്ചിന് ഇതിൻ്റെ അന്വേഷണത്തിൽ കാര്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാഴ്ചപ്പാട്. മനഃപൂർവ്വമാകാം. സാർ, ഇപ്പോൾ ഈ സവാദ് ഇത്രയും വർഷം ഒളിവിൽ കഴിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം വേണം. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച് കഴിഞ്ഞു ഇയാൾക്ക് ഒളിവിൽ കഴിയാനുള്ള സഹായം ലഭിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും SDP എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടിനെ പിന്തുണച്ചാണല്ലേ. ഇതേ SDP ഇപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ആദർശമൊക്കെ പറഞ്ഞുകൊണ്ട് മത്സരിക്കാൻ വരുന്നു. ഹിന്ദു ക്രൈസ്തവ നാമധാരികളായ ഒരുപാട് സ്ത്രീകളെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അവരുടെ അണികൾ എവിടെ? അവരുടെ പ്രവർത്തനം ഇപ്പം എന്താ? അതൊക്കെ നിരീക്ഷിക്കണ്ടേ? അവരെന്താന്ന് വെച്ചാൽ ഈ സെമി നിരോധിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഇതിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളല്ലേ ഈ KT ജലീലും. അതെ, സെമിക്കാർ കൂടുതലും ചെയ്തത് CPM-ൽ നുഴഞ്ഞു കയറുക എന്നുള്ളതാണ്. ആ സമയത്ത് പാർട്ടി കോൺഗ്രസിലൊരു നയം സ്വീകരിച്ചിരുന്നു, ന്യൂനപക്ഷങ്ങളെ കൂടുതൽ പാർട്ടിയിലേക്ക് ആകർഷിക്കണം എന്നൊക്കെ. അപ്പൊ ഇവരുടെ പശ്ചാത്തലം എന്താണ്, ഭൂതകാലം എന്താണ്, ഇവർക്ക് മാർക്സിസത്തിൽ വല്ല താല്പര്യമുണ്ടോ, ഇതൊന്നും നോക്കിയില്ല. ന്യൂനപക്ഷക്കാരാണോ? കൂടുതൽ ന്യൂനപക്ഷം വരുമല്ലേ. അപ്പം മുസ്ലിം ലീഗ് എടുക്കുന്നതിന് പകരം മുസ്ലിം ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ വരികയാണെങ്കിൽ എടുക്കാം എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ കാഴ്ചപ്പാട്. പക്ഷെ വന്നു കയറുന്നൊക്കെ ഇതുപോലത്തെ ആളുകളായിരുന്നു. അവരവരുടെ കച്ചവടം പാർട്ടിയുടെ അകത്ത് നടത്തി നല്ല അന്തസ്സായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. പല സംരക്ഷണവും കിട്ടുമല്ലോ അല്ലേ? വലിയ സംരക്ഷണമൊക്കെ കിട്ടും. അപ്പോൾ SDP-യുടെ ആദർശം എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് പല നിർണായക ഘട്ടങ്ങളിലും ഞങ്ങൾ ഇന്ന സ്ഥലത്ത് CPM-നെ പിന്തുണച്ചാണ്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് കോൺഗ്രസിനെ പിന്തുണച്ചാണ്. ഇതല്ലേ ഈ ആദർശം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ UDF-നെ നാറ്റിക്കേണ്ട സമയത്ത് നാറ്റിക്കും. ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്തുണ കൊടുത്താണ്, ഞങ്ങൾക്ക് ഇത്ര 5000 വോട്ട് ഉണ്ടായിരുന്നു അല്ലേ എന്നൊക്കെ അവർ പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ നോക്കിയാൽ നമുക്ക് എവിടെയൊക്കെ പഞ്ചായത്ത് വാർഡുകളിലൊക്കെ എങ്ങനെയൊക്കെ പിന്തുണച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാം. SDP-യെ LDF-ന് പിന്തുണ കൊടുത്തത്, UDF-ന് പിന്തുണ കൊടുത്തത് പല ആളുകളും. ഇത് ലീഗ് പലപ്പോഴും ഇടനില നിന്നിട്ടല്ലേ ഈ പിന്തുണയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ സമയത്തൊക്കെ ആലോചിക്കണം ഇങ്ങനത്തെ പുലിവാലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം അഭിമന്യുവിൻ്റെ കേസ്, മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ കേസിലും ഈ ആളുകളെ പിടിക്കുന്നതിലൊന്നും വലിയ ശുഷ്കാന്തി ഒന്നും കണ്ടില്ലല്ലോ CPM-ന്, ഇല്ലേ? അതുപോലെ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത്, ഈ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണത്തിലും
വലിയ മനഃപൂർവ്വമായ വൈകിപ്പിക്കൽ അല്ലാത്ത പല പ്രതികളെയും NIA ഒഴിവാക്കേണ്ടി വന്നു. ചില പ്രതികളെ കോടതി വിടുകയൊക്കെ ചെയ്തില്ലേ. അവരുടെ അന്വേഷണത്തിലും ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും കൈവെട്ട് കേസിലെ യഥാർത്ഥ പ്രതികൾ പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.